130 പോയി കിട്ടി. 130 രൂപ. പൈസക്ക് മേലുണ്ട്. പൈസ 130 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാ. ഒരു നെയ്ച്ചോറും ബീഫിനും പോവാ. ബാക്കി 30 ഉറുപ്പ്യക്ക് ഒരു സർബത്ത് കുടിച്ചാ എന്നാലും ഉണ്ടാവും ബാക്കി 20 ഉറുപ്പ്യ. എനിക്കൊന്നും മനസ്സിലാ. പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് ഇറങ്ങി. ഇതിലെന്താണ് എവിടെ എന്താ ഉള്ളത് ഇതില്? നമുക്കിതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം അറിയോ, ഓലെന്നെ ഓൾറെഡി പറഞ്ഞേക്കണു നോ ലോജിക് ഓൺലി മാഡ്നസ്. ഇതിൽ മാഡ്നസ് ഉണ്ടോ? ഇത് എന്ത് മാഡ്നസ് ആണ്? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താ ഇതിലുള്ളത്? ഒരു ആ പടത്തിന്റെ പോസ്റ്ററില് ആദ്യം തന്നെ ഈ പറഞ്ഞ മാതിരി ഈ നോ ലോജിക് ഓൺലി മാഡ്നസ് ആദ്യം തന്നെ എഴുതി വെച്ചത് വളരെ നന്നായി. അല്ലെങ്കിൽ ആൾക്കാർ തൂക്കിയെടുത്ത് എറിഞ്ഞു. ഇത് എങ്ങനെ ആൾക്കാർക്ക് ഈ കഥ പറ്റണമെന്ന് എനിക്കൊന്നും മനസ്സിലാവും. എനിക്കിതിലാകെ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ഭാഗം, ഒരേ ഒരു കുഞ്ഞു ഭാഗം എന്നുള്ളത് ദിലീപിന്റെ ഒരു റിവെഞ്ച് സീൻ. അതായത് ദിലീപ് അതല്ല, ആ സീനല്ലടാ, സ്റ്റോറി. ദിലീപ് എന്തിന് ഇങ്ങനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ദിലീപ് എന്തിന് ചെയ്യുന്നു എന്നുള്ള സംഗതി, ആ ഒരു കുഞ്ഞു സാധനം, അത് മാത്രം എനിക്ക് ഇഷ്ടമായി. എന്തിനിങ്ങനെ അവനൊക്കെ ചെയ്യുന്നു, അതാണ് എനിക്ക് ഇഷ്ടമായത്. അല്ലാതെ ഇതിൽ ഒറ്റ മണ്ണാങ്കട്ടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോണസ്റ്റ്ലി ഇന്ത്യയും ഇവന്റെയും ഇവിടെ ഞങ്ങളെ റിവ്യൂ ആണിത്. നിങ്ങൾക്ക് കാണാതിരിക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. എൻ്റെ പൊന്നു മോനെ, 130 രൂപയും ഇത്രയും സമയവും പോയി കിട്ടിയെന്നല്ലാതെ ഒന്നും എനിക്കതിൽ പറയാനില്ല. ഞാനൊരു ദിലീപ് ഫാനാണ്. ഓക്കെ, ദിലീപിന്റെ നല്ലൊരു ഫാനാണ് ഞാൻ. അത് എനിക്ക് അത്രയും ചടച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ചടച്ച്. നമുക്ക് ഷിബിലിന്റെ റിവ്യൂകളിലേക്ക് പോവാം. എന്താണ് അങ്ങനെ പറയാൻ പറ്റൂല. എന്താ പോണ്ട മുടക്കി? അത് ശരി, അന്റെ റിവ്യൂ പറയാ. പോണോർക്ക് പോവാം. കണ്ടിട്ട് എന്താ തോന്നിയത്? തീരെ കോമൺ സെൻസ് അത് എന്തോ ഒരു സാധനം അടിച്ചുവിട്ടേക്കുന്നു. അതാ ഓല് പറയണത് നോ ലോജിക് ഓൺലി മാഡ് ലോജിക് ആണ്. ഇത് പറ്റും തമിഴ്നാട്ടിലെ ആൾക്കാർക്ക്. അത് പറ്റിയ പാടാ, ഓൽക്ക് പറ്റും. അതായത് ഇങ്ങനെ അതിന് പറ്റും. ഞാനൊക്കെ ഉറക്കം ഇങ്ങനെ തൂങ്ങിന് കയ്യും കണക്കൂല. എന്റെ ഉമ്മയാണ് സത്യം, ഞാൻ ഉറക്കം തൂങ്ങിക്കണം, അത്ര ഉറക്കം തൂങ്ങിക്കണം. ഞാൻ ചില നേരത്തെ ആ പാട്ടിന്റെ സീൻ എന്തൊക്കെയാ വന്നപ്പോ അങ്ങനെ മൊബൈൽ തുറന്ന് ഗെയിം കളിച്ചാലോ എന്ന് വരെ ആലോചിച്ചു. വണ്ടി തട്ടിച്ചാലോ മോനെ, ഓട്ടോറിക്ഷക്കാരൻ അങ്ങനെ പോണു. അത്രയും അരോചകമായി. ഇവിടെ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്, ഇതിനെ പറ്റി ഒന്നും മുണ്ടാൻ പോലും താല്പര്യമില്ല. ഒറ്റ വാക്കില് പറയാം, എന്നാലും ഒറ്റ വാക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതി എന്തെങ്കിലും പറയില്ലേ? ഓക്കെ, ഡാൻസ് ഒരു ഇമ്പോർട്ടന്റ് കോളാണ്. എന്താ നമുക്ക് അതിൽ പറയാനുള്ളത്? 10 എത്ര കൊടുക്കും? എന്തെങ്കിലും കൊടുക്കാം. ഒരു പടം കാണുമ്പോ 10 എത്ര കൊടുക്കാം. അത്ര പൈസ കൊടുക്കാല്ലേ? ഞാൻ 10 4 കൊടുക്കണം എന്നുണ്ട്. പക്ഷെ അതിനുള്ള മെച്ചൊന്നുമില്ല, 2. കാരണം അതിന്റെ വിഷ്വൽ എഫക്റ്റ് ഒക്കെ രസമുണ്ട്. വണ്ടികള്, വിഷ്വൽ എഫക്റ്റ്, പിന്നെ അതേമാതിരി ഫൈറ്റ് സീനൊക്കെ എന്താ റബ്ബേ. ബോംബിനൊന്നും ഒരു വിലയില്ലേ? ഞാൻ ചോദിക്കണേ. ബോംബിന് കുറച്ച് അപ്പൊ ബലി ചോദിക്കും, നിങ്ങൾ KGF ഒക്കെ പിന്നെ എന്ത് അർത്ഥത്തിലാണ് കാണുന്നത്? ആദ്യം അങ്ങനെ വിചാരിച്ചൊരു പടമാണ് ഇതും. അങ്ങനെ തന്നെ ഒരു പറയണത് പൊന്നാതെ. ചിലപ്പോ ഞാൻ പറയട്ടെ, ചിലപ്പോ ഈ പറഞ്ഞ മാതിരി ദിലീപിനെയും മോഹൻലാലിനും നമുക്ക് KGF ലെവലിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാത്തോണ്ടേ കാരണം, മനസ്സിലായോ? ചിലപ്പോ അതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോ നമ്മളെ പ്രശ്നം. ഓക്കെ, പക്ഷെ എന്നാൽ ഞാൻ എന്ത് പ്രതീക്ഷിച്ചെന്ന് പറയാം, ഉള്ളത് പറയാം, ഓപ്പണായിട്ട് പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വാളയാർ പരമശിവം, അതായത് ദിലീപിന്റെ എല്ലാ പടത്തിലും ഓരോ സ്കൂഫുകളുണ്ട്, ഓരോരോ സംഗതികളുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വാളയാർ പരമശിവം, അതായത് ഒരു 1 man ഷോ എന്നുള്ള സാധനം. 1 man ഷോ ഒക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ ഹോണസ്റ്റ് സാധനം പറയട്ടെ, ഞാൻ കുറെ ഇഷ്ടപ്പെടാൻ വേണ്ടി നോക്കി ഈ പടം. എനിക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതിൽ ഞാൻ കുറെ ഇങ്ങനെ നോക്കി ഇഷ്ടപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിട്ട് കൂടണില്ല. പൊന്നാരെ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എന്റെയും ഇവന്റെയും ഒക്കെ ഉള്ള ഹോണസ്റ്റ്ലി പേഴ്സണൽ റിവ്യൂ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ പാടത്തിനുള്ള പേഴ്സണൽ റിവ്യൂ ആണ്. നിങ്ങൾക്ക് കാണാതിരിക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ 130 രൂപയും ഒരു 3 മണിക്കൂർ സമയം പോയി കിട്ടിയെന്നല്ലാതെ ഒന്നും എനിക്കതിൽ മെച്ചമായിട്ട് കിട്ടിയില്ല. ഓക്കെ,
അപ്പോൾ അത്ര തന്നെയാണ് ബബ്ബപ്പിൻ്റെ റിവ്യൂ. ബൈ. ചടച്ച്.